ഞാൻ പറയാൻ പോകുന്നത് ഒരു തുണ്ട് കഥയാണ്. കഥയൊന്നും കേട്ട് പേടിക്കണ്ട. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു ഏപ്പടം കണ്ട കഥയാണ്. ഫാമിലിയൊക്കെ ഇരിപ്പുണ്ട്, പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, മിക്സഡ് ക്രൗഡാണ്. അതുകൊണ്ട് ഞാൻ ഈ കഥ ഒരു തുള്ളി പോലും വിടാതെ സീൻ ബൈ സീനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റർടൈൻമെൻറ്റ് ലക്ഷറി എന്ന് പറയാൻ ടി വിയും VCR മാത്രമുള്ള 90കളുടെ തുടക്കത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. 90s കിഡ്സ്. ഇക്കൂടെ 90s കിഡ്സ് ഉണ്ടോ? ഗിവ് ചിയർ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ ലക്ഷറി ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സമയം ദ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഞാൻ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സമ്മർ വെക്കേഷന് ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് അമ്മ വീട്ടിൽ ഒത്തുകൂടും. ഞങ്ങൾ പല പ്രായത്തിലുള്ള 6 വെകിളികൾ. എന്നേക്കാൾ 4 വയസ്സ് പ്രായമൂത്ത കസിൻ ചേച്ചിയാണ് ഞങ്ങളുടെ ലീഡർ. ഈ കഥയ്ക്ക് ഡെഡിക്കേഷൻ കൊടുക്കുക. ഈ കഥ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ചേച്ചി കരണിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ 5 ആൺകുട്ടികൾ, ഫാമിലിയിലെ 5 ആൺകുട്ടികൾക്ക് ലീഡർ ഒരു പെൺകുട്ടിയായിരുന്നു അന്ന്. ഫെമിനിസ്റ്റൊക്കെ നിങ്ങൾ കൊച്ചിക്കാർ ഇപ്പോഴേ തുടങ്ങിയത്. ഞങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ അന്നേ ഒരു പടി മുൻപിലായിരുന്നു. വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. കസിൻ ചേച്ചിക്ക് 14 വയസ്സാകുന്നത് വരെ. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ സമ്മർ വെക്കേഷൻ സമയത്ത് ഞങ്ങളുടെ മെയിൻ പരിപാടി രാവിലെ പറമ്പി മൊത്തം ഓടി നടക്കും, രാത്രിയൊക്കെ ഞാൻ TV ഫ്രണ്ടിൽ വന്നിരിക്കും. കേബിൾ TV പോപ്പുലറായി തുടങ്ങിയ കാലമാണ്. അന്നൊക്കെ ശനിയാഴ്ച രാത്രി 12 മണിക്ക് ഒരു പ്രമുഖ ചാനൽ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് ആ പ്രമുഖ ചാനൽ സൂര്യ TV ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശനിയാഴ്ച രാത്രി 12 മണിക്ക് ഒരു പ്രമുഖ ചാനൽ മലയാളം ഏപ്പടം ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാ പ്രബുദ്ധ മലയാളികളെയും പോലെ ഞാനും എൻ്റെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എടുത്തത് അവിടെ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം ഞങ്ങൾ രാവിലെ മൊത്തം ഓടിക്കളിച്ചിട്ട് രാത്രി വന്ന് TV ഫ്രണ്ടിൽ ഇരുന്നു. വീട്ടുകാരെല്ലാം ഉറങ്ങി. ഞങ്ങളിങ്ങനെ ചാനലുകൾ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരുന്നു. ഈ പ്രമുഖ ചാനലെത്തിയപ്പോൾ നല്ല ത്രില്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു പടത്തിൻ്റെ ടൈറ്റിൽ ഓടുന്നു. ഈ ടൈറ്റിലിന് ആദ്യം എഴുതി കാണിക്കുന്ന സിനിമാ പേര് ഞങ്ങൾക്ക് മിസ്സായി. അത് മിസ്സായില്ലായിരുന്നെങ്കിൽ ഈ സസ്പെൻസ് ഇല്ലാതെ ഞങ്ങൾ ചാനൽ മാറ്റിയേനെ. കാരണം ഏത് പ്രായക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല വശപ്പശമുള്ള പേരുകളാണ് നമ്മുടെ മലയാള ഏപ്പടങ്ങൾക്ക്. ഉദാഹരണത്തിന് ലാസ്യം, ലേനം, കിന്നാരത്തുമ്പികൾ, കാതര, അഗ്നിപുഷ്പം, ലേഡീസ് ഹോസ്റ്റൽ, പ്ലേ ഗേൾസ്, മുത്തുച്ചിപ്പികൾ, ഡ്രൈവിംഗ് സ്കൂൾ, ഏതന്തോട്ടം, മോഹനരങ്ങൾ, ആയിരത്തോണി, എണ്ണത്തോണി, മേലോസ്, മാവി. പഴയ പോലെ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. തിരിച്ചരിച്ച ടൈറ്റ് കഴിഞ്ഞ് പടം തുടങ്ങി. പാതിരാത്രി വിജനമായൊരു തെരുവ്, അബലയായൊരു പെൺകുട്ടി ഓടുന്നു. ഒമ്നി വാനിൽ കുറച്ച് ഗുണ്ടുകൾ ചേസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം സിനിമയൊക്കെ ആയിട്ട് ഒമ്നി വാനിനെയൊക്കെ കൂടുതൽ ചേസിൻ്റെ സ്പീഡ് കൂടുതൽ പെൺകുട്ടിക്കായിരിക്കും. അതുകൊണ്ട് പെൺകുട്ടി ഒമ്നി വാനിനെ ഓടി തോപ്പിച്ച് അവരുടെ ഹോസ്റ്റലിലെത്തി. നമ്മുടെ ഹോസ്റ്റലിലെത്തിയപ്പോൾ ഹോസ്റ്റൽ വാർഡൻ കഥക് തുറന്നു കൊടുത്ത് അവളെ അകത്തേക്ക് കയറ്റി, ഒന്നും ചോദിക്കാതെ, പാതിരാത്രി സമയത്ത്. ഇതൊക്കെ കാണുമ്പോഴാണ് കൊച്ചിയിൽ 7 മണിക്ക് പിന്നെ ഹോസ്റ്റലിൽ കയറുന്ന വരുന്ന വാർഡന്മാരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. നമ്മുടെ നായിക അവളുടെ റൂമിനകത്തെത്തി, കഥ കടച്ചു, കുറ്റിയിട്ടു. പഴയ ത്രില്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിട്ട് ഇതുപോലൊരു വശപ്പച്ചക്ക് മ്യൂസിക് കേട്ടു തുടങ്ങി. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മ്യൂസിക്, പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്നത് പരിചയമില്ലല്ലോ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. നമ്മുടെ നായിക അകത്ത് കയറി എന്തോ തിരയുന്നു. സാധനം കിട്ടി. അവളത് എടുക്കാനായി കുനിഞ്ഞു. ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കി. എന്താ എടുക്കുന്നത് നോക്കിയാ, ഞാൻ കുഞ്ഞല്ലേ. ഒരു പിങ്ക് കളറുള്ള ബാത്ത് ടവൽ. അവൾ അതെടുത്ത് അതാ കുളിമുറിയിലേക്ക് കയറി. അവിടെ കുളിമുറിയില്ല, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്, ഇവിടെ. സ്വാഭാവികമാണ്, നമ്മളാണെങ്കിലും പുറത്ത് പോയിട്ടൊന്ന് ഫ്രഷ് ആവാൻ നോക്കും. ഇതൊരു ചേസ് കഴിഞ്ഞ് വന്നതാ, കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം നായികയുടെ ഈ ആറ്റിറ്റ്യൂഡിലായിരുന്നു, ക്യാമറയായിരുന്നു. അതായത് നായിക കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പൊ ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞൊരു ക്യാമറയില്ലേ, ആ ക്യാമറയായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. വളരെ ഉത്തരവാദിത്വത്തോടെ ക്യാമറയും നായികയുടെ പുറകെ കുളിമുറിക്കകത്തേക്ക് കയറി. അന്ന് വരെ മലയാള സിനിമയിൽ നായിക കുളിച്ചിറങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ക്യാമറ മാത്രം കണ്ടു പരിചയമുള്ള ഞങ്ങൾ കുട്ടികൾ ഈ പുതിയ ക്യാമറയുടെ പ്രവർത്തനം വളരെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു. ക്യാമറ കൂടെ വന്നതറിയാതെ, ആ ക്യാമറയുടെ പുറകിൽ ഞങ്ങൾ 6 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെന്നറിയാതെ നമ്മുടെ നായിക ഷവർ ഓൺ ചെയ്തിട്ട് ഉടുപ്പുരി മാറ്റി. പിൻ ഡ്രോപ്പ് സൈലൻസ്. പക്ഷെ അവിടെ അങ്ങനെയല്ലായിരുന്നു. കസിൻ ചേച്ചി ഒറ്റ നിലവിളി, ആരോ ചാനൽ മാറ്റി. നിങ്ങൾ
നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ വീട്ടിനകത്തൊക്കെ ഇരിക്കും, കസിൻ ചേച്ചിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ടി വിയിൽ എന്തെങ്കിലും സീൻ ഇങ്ങനെ വന്നിട്ട് ചാനൽ മാറ്റിയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ ഇത്രയും നിരാശ തോന്നിയൊരു മൊമെന്റ് വേറെ ഇല്ല. നമ്മുടെ വനിതാ പഴയ മാഗസിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്റ്റാമ്പ് സൈസിൽ ഒരു കോർണറിൽ മുഖം പോലും കാണിക്കാതെ ഇത്ര ഭാഗം മാത്രം കാണിക്കുന്ന ഏഞ്ചൽ ഫോം പരസ്യത്തിലെ ഒരു വസ്ത്രം മിന്നായം പോലെ എൻ്റെ മുന്നിൽ കൂടെ പോയി. അതാ ഞാൻ കണ്ട ആദ്യത്തെ ഏപ്പടം കാഴ്ച. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു പറഞ്ഞ് കാര്യമായിട്ടൊന്നും കിട്ടാത്തതിൻ്റെ വിഷമയുടെ ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ മുഖത്ത് കാണാം. എൻ്റെ കുറ്റമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. ലാലേട്ടനും പറഞ്ഞിട്ടുള്ളോ, ഫസ്റ്റ് ടൈം ഒന്നും ഫുൾ നേക്കഡ് കാണാൻ പറ്റൂല, സെക്കൻഡ് ടൈം കാണാൻ പറ്റുമോ നോക്കണമല്ലോ. ഈ രാത്രിയിൽ 12 മണിക്ക് അമ്മയുടെ വീട്ടിൽ നിന്ന് TV കാണാൻ പറ്റും, എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടാമതൊന്ന് കാണാൻ വേണ്ടി എനിക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. ഇത്തവണ അതിന് കളമൊരുക്കിയത് മറ്റൊരു പ്രമുഖ ചാനലാണ്. നിങ്ങൾക്ക് ഡ്രിൽ അറിയാം, പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, പേര് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ക്ലൂ തരാം. ഏഷ്യ വിഷനിലുണ്ട്, ഇന്ത്യ വിഷനിലില്ല, ഇൻ്റർനെറ്റിലുണ്ട്, ഇൻ്റർസിറ്റിയിലില്ല. കണ്ടോ, ഞാൻ ഏഷ്യാൻ്റെ പേര് പറയാതെ ബ്രില്യൻ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ കഥ പറയുന്നതിന് മുമ്പേ ഒരാളെ പറ്റി, ഒരു സിനിമയെ പറ്റിയും പ്രത്യേകം എടുത്ത് പറയണം. നിങ്ങൾക്കത് ആരാണെന്ന്, ഏത് സിനിമയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ക്ലൂ തരാം. തെറ്റ് ചെയ്യാത്തതായി ആരാ ഉള്ളത് ഗോപുമോനെ? ആരാ? ആ ടിക്കറ്റിന് റീഫണ്ട് എടുത്താൽ പറഞ്ഞിട്ടേ. ഷക്കീല ചേച്ചിയായിരുന്നു. 90s കിഡ്സിന്റെ മാനം കളഞ്ഞു. അന്നൊക്കെ ഈ കോവിഡ് തരംഗത്തിന് മുമ്പ് അന്ന് ആകെ ഉണ്ടായിരുന്നത് ഷക്കീല തരംഗമായിരുന്നു. ഈ കോവിഡ് തരംഗത്തിൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പം ഫേസ് മാസ്ക് വെച്ച് മുഖം മൂടിയാ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അന്ന് ഷക്കീല തരംഗത്തിൽ ആൾക്കാർ തിയേറ്ററിൽ പോകുന്ന തലവഴി തോർത്തിട്ടായിരുന്നു. അന്നും തിയേറ്ററിനകത്ത് ആൾക്കാർ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിരുന്നു, കൈമുട്ട് കൂട്ടിയിടിക്കായിരിക്കും. ഈ കോവിഡ് ബാധിച്ചവരെ പോലെ തന്നെ ഈ ഷക്കീല സിനിമ കാണുന്നവർക്കും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ടയേർഡ്നെസ്, ബോഡി പെയിൻ, ഡിസ്കളറേഷൻ ഓഫ് ഫിംഗർ, ഇതൊക്കെ ഉണ്ട്. ഈ സിനിമ റിലീസായത് 2000-ലാണ്. നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹ റിലീസായതേ വർഷം. നമ്മുടെ സൂപ്പർ സ്റ്റാർസായ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ചു വന്ന് മുണ്ടു മടക്കി കുത്തി കോടികളുടെ കളക്ഷനുമായിട്ട് ഒരു ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഉണ്ടാക്കിയ അതേ വർഷം ഷക്കീല ചേച്ചി ഒറ്റയ്ക്ക് വന്നു. മുണ്ട് കണങ്കാലിന് മുകളിൽ വരുന്നു, പാദസരം കുലുക്കി, ബോക്സ് ഓഫീസിനെ പിടിച്ച കുലുക്കി. മലയാളത്തിലെ രണ്ടാമത്തെ പോണോഗ്രഫിക് ഇൻഡസ്ട്രിയൽ ഹിറ്റായിരുന്നു കിന്നാരത്തുമ്പികൾ. ഇത് കേട്ട എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചോദ്യമുള്ളൂ, ആദ്യത്തേതാ? പറഞ്ഞുതരാം. ആദിബാബം. നമ്മുടെ ബിഗ് ബി സിനിമയിൽ ബിലാലിക്ക പറയത്തേക്ക് നീയൊക്കെ അരട്രോസർ ഇട്ടുണ്ടോ, എന്തെങ്കിലും ആദിബാബം കൊണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടാ മമ്മൂക്കയുടെ സൗണ്ട് ഉദ്ദേശിച്ചു മിമിക്രി അറിയാനും കിട്ടില്ല. റീസെൻ്റ്ലി ഭീഷ്മപുരം സിനിമയ്ക്കകത്ത് അമൽ നീരദ് കാലഘട്ടം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അജന്ത തിയേറ്ററിൽ ആദിബാബത്തിൻ്റെ പോസ്റ്റർ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അമൽ നീരദിന് ആദിബാബത്തിൻ്റെ എന്തോ ട്രോമയുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ ഷോയുടെ വാല്യൂ ആഡഡ് സർവീസാണിത്. ഞങ്ങൾ GK പഠിപ്പിക്കും. അപ്പം മലയാളത്തിലെ ആദ്യത്തെ പോണോഗ്രാഫിക് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഏതാ? ആദിബാബം. കൈൻഡ്ലി പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. ഞാൻ ഷക്കീല ചേച്ചിയെ പറ്റി പറഞ്ഞു, വികാരം കൊണ്ട് കാട് കയറി വേറെ അങ്ങോട്ടോ പോയി. നമ്മൾ പറഞ്ഞു തന്ന രണ്ടാമത്തെ കഥയായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ തവണ എനിക്ക് അവസരം ഒരുക്കിയത് മലയാളത്തിൽ ഈ പ്രമുഖ ചാനൽ. അതായത് ഒരു ദിവസം രാവിലെ ഞാൻ പത്രത്തിൽ ഇന്നത്തെ TV പരിപാടികൾ കോളം നോക്കിക്കൊണ്ടിരിക്കുമ്പം കിന്നാരത്തുമ്പികൾ പ്രൈം ടൈമിൽ രാത്രി 9:30 ടെലികാസ്റ്റ് ചെയ്യുന്നതായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ട് മലയാളക്കരെ ഞെട്ടിച്ചിരിക്കുന്നു ഈ ചാനൽ. എൻ്റെ അപ്പൻ എന്നോടെപ്പോഴും ചേട്ടാ നീ പത്രത്തിൽ ക്രിക്കറ്റിൻ്റെ കോളും ഇന്നത്തെ TV പരിപാടികൾ കോളും മാത്രമേ കാണത്തുള്ളൂ വഴക്ക് പറയും. പക്ഷേ ഇതുപോലെ ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന അവിടെ നിന്ന് പുള്ളിക്ക് അറിയത്തില്ല. അന്ന് രാത്രി ഞാൻ മുരിങ്ങയ്ക്കൊക്കെ കഴിച്ച് റെഡി ആയിട്ട് സിനിമ കാണാൻ വേണ്ടി. എന്താ ചിരിക്കുന്നത്? എൻ്റെ വീട്ടിൽ അന്ന് അമ്മ ചോറും മുരിങ്ങക്കറി ഉണ്ടാക്കിയതാ. ഇല്ല, ഞാനന്ന് കുഞ്ഞല്ലേ. ഞാൻ റെഡിയായി TV റൂമിലെത്തിയപ്പം അപ്പൻ അവിടെ നിന്ന് പത്രം വായിക്കുന്നു. എന്നും രാവിലെ പത്രം മുഴുവൻ ഒരു കഷ്ണം പോലും ഒരാൾക്ക് ഇളക്കി കൊടുക്കാതെ മൊത്തം കയ്യിൽ പിടിച്ച് ചായക്കകത്ത് മുക്കി തിന്നു തീർക്കുന്ന മനുഷ്യനാ രാത്രി വന്ന് ഈ അംഗം കാണിക്കുന്നത്. എൻ്റെ അവസ്ഥ KLPD അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം.
ഈ മുരിങ്ങയ്ക്കൊക്കെ അടിച്ചു കയറ്റി കുഞ്ഞാരത്തുമ്പിൽ കാണാൻ റെഡിയായി മൂടായിട്ട് വന്ന എൻ്റെ അവസ്ഥ അല്ലു അർജുൻ പുഷ്പ സിനിമയിൽ പറയുന്ന പോലെ താഴുന്നില്ലടാ. ചുമ്മാ ഞാൻ അന്ന് കുഞ്ഞാ. ഞാൻ 5 മിനിറ്റ് ഇടവേളയിൽ വന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പനൊരു അനക്കവും ഇല്ല, അപ്പനോട്ട് കാണത്തുമില്ല, എന്നെ കാണിക്കത്തുമില്ല. 11:30 പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ ഓടിപ്പോയി TV ഓൺ ചെയ്ത് റിമോട്ട് എടുത്ത് മ്യൂട്ടാക്കി നമ്മുടെ പ്രമുഖ ചാനൽ വെച്ചപ്പോൾ എൻടൈറ്റിൽ പോകുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും നിരാശ തോന്നിയൊരു മൊമെന്റ് വേറെ ഇല്ലായിരുന്നു. കിന്നാരത്തുമ്പികൾ സിനിമയുടെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറാമാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയാം. എനിക്ക് ക്യാമറയുടെ പുറകിലുള്ളവരെയല്ല കാണേണ്ടത്, എനിക്ക് മുന്നിലുള്ളവരെയായിരുന്നു കാണേണ്ടത്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പത്രത്തിൽ ഇന്നത്തെ TV പരിപാടിയിൽ കോളം എൻ്റെ അപ്പനും നോക്കുമെന്ന്. പക്ഷെ എന്നാലും കിന്നാരത്തുമ്പിൽ സിനിമയുടെ ഡ്യൂറേഷൻ പുള്ളിക്കാണ് കറക്റ്റ് മനസ്സിലായി. കറക്റ്റ് തീരുമ്പോൾ തന്നെ പുള്ളി അങ്ങനെ എഴുന്നേറ്റ് പോയത്. അതല്ല മൈൻഡ്സ്. അപ്പൊ അപ്പൻ പത്രത്തിലെ അടുത്ത പരിപാടിയുടെ സമയം നോക്കിയാൽ പോരെ, അല്ലാതെ എൻ്റെ അപ്പൻ അങ്ങനെ. പുള്ളി ഒരു സിനിമാ പ്രേമിയാണെങ്കിലും ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ പുള്ളിക്ക് ഒരു താല്പര്യം 1997 ഞങ്ങൾക്ക് മനസ്സിലായതാണ്. അന്നാണ് ടൈറ്റാനിക് റിലീസായത്. കപ്പൽ തകരുന്നതിൻ്റെ ഗംഭീര ദൃശ്യങ്ങൾ ഒരു ഹോളിവുഡ് പടം വരുന്നുണ്ട്, കൊണ്ട് കാണിക്കാമെന്നൊക്കെ ആദ്യം വാക്ക് തന്ന മനുഷ്യൻ ഈ പടം റിലീസായിട്ട് ഞങ്ങളെ കൊണ്ടുപോകത്തില്ല, എന്ത് ചെയ്താലും. ഞങ്ങൾ കുറേ തവണ നിർബന്ധിച്ച് നോക്കി, പുള്ളി അനക്കമില്ല. എന്താ കാര്യം എന്ന് അറിയണല്ലോ. ഞങ്ങൾ ഇറങ്ങി അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. ടൈറ്റാനിക്കിൽ ഫുൾ നേക്കഡ് സീനുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത്, അവൻ കണ്ടത്രേ. ഞാൻ നമ്മുടെ ലാലേട്ടനെ അങ്ങോട്ട് മാറ്റി അവനെ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ചു. മൂന്നാമത് കാണാൻ പറ്റും. ഒന്നീ പഴച്ച 3 ഞാൻ 3 പഴച്ചതായിരുന്നു. ടൈറ്റാനിക് എങ്ങനെയെങ്കിലും കാണണം. ഞാൻ കട്ടയ്ക്ക് പരിശ്രമിച്ചു, നടക്കുന്നില്ല. ഗുരുവായിട്ട് സ്വീകരിച്ച നമ്മുടെ കൂട്ടുകാരൻ എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും പോലെ നമ്മളെക്കാൾ മുൻപ് കണ്ടതിൻ്റെയും പഠിച്ചതിൻ്റെയൊക്കെ അനുഭവങ്ങൾ പോലെ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. അത്തവണത്തെ സമ്മർ വെക്കേഷന് ഞങ്ങളുടെ കസിൻ ചേച്ചിയുടെ വീട്ടിലാണ് ഒത്തുകൂടിയത്. കാരണം കസിൻ ചേച്ചിയുടെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ദാണ്ട കിടന്ന് ടൈറ്റാനിക്കിൻ്റെ വീഡിയോ കാസറ്റ്. ചേച്ചിയുടെ ഫാദർ പിള്ളേർക്ക് വെക്കേഷന് കാണാൻ വേണ്ടി കൊണ്ടുവന്ന മണ്ണായിട്ട്. അന്ന് എനിക്കൊരു കാര്യം ക്ലിയറായി. അതായത് നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി അതിൻ്റെ എല്ലാ കരുത്തോടും കൂടി അത് നടത്തിത്തരാൻ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ദിവസം രാത്രി വീട്ടുകാരെല്ലാം കിടത്തിട്ട് ഞങ്ങൾ കാസറ്റ് പ്ലേ ചെയ്തു, ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ഓരോ സീൻ കഴിയും തോറും ഇനി വരാൻ പോകുന്ന ആ പച്ചയായ സീനായി ഞാൻ കാത്തിരുന്നു. പച്ചയല്ല, നീലയല്ലേ. കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു, ജാക്ക് മുങ്ങി, എന്നിട്ടും പൊങ്ങിയില്ല. മുങ്ങിയ ജാക്ക് പൊങ്ങിയില്ല. ഞാൻ പിള്ളേരെല്ലാം കിടത്തി ഉറക്കിയിട്ട് കാസറ്റ് വീണ്ടും പ്ലേ ചെയ്ത് റിവൈൻഡ് ഫോർവേഡൊക്കെ അടിച്ചു നോക്കി. സീനും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും നിരാശ തോന്നിയ മൊമെന്റ് വേറെ ഇല്ല. സീനുണ്ടെന്ന് പറഞ്ഞാൽ തെണ്ടി എന്നെ ചതിച്ചതാ. ഞാൻ ആ കൂട്ടുകാരനെ അന്ന് പ്രാക്കിൻ്റെ റേഞ്ച് വെച്ച് അവനൊന്നും ജീവിതത്തിൽ പിന്നെ ഫുൾ നേക്കഡ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ സത്യത്തിൽ ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ഞങ്ങളുടെ കസിൻ ചേച്ചിയുടെ ഫാദർ തന്നെയായിരുന്നു. ഞാൻ മണ്ടനായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ആൾ. പുള്ളി ഫാമിലിക്ക് കാണാൻ വേണ്ടി സെൻസർ ചെയ്ത കോപ്പിയായിരുന്നു കൊണ്ടുവന്നത്. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ വലുതാകുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒരു സെൻസർ ചെയ്യാത്ത കാസറ്റ് വാങ്ങി വെച്ച് വീട്ടിലിരുന്ന് എന്നും കാണുമെന്ന്. കാരണം ടൈറ്റാനിക്ക് മാത്രമേ ഫുൾ നേക്കഡ് ഉള്ളതെന്ന് അന്ന് എൻ്റെ വിചാരം. ഞാൻ വലുതായിട്ട് കാസറ്റ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് CD വന്നു, ടൈറ്റാനിക് റിപ്പീറ്റ് കണ്ട് ഞാൻ ചിത്രകാരനായിട്ട് മാറി. ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഞാൻ ആദ്യം കൊടുത്ത ഡെഡിക്കേഷൻ പ്രസക്തി ഇവിടെയാണ്. ഞാൻ ഈ കഥ ഡെഡിക്കേറ്റ് ചെയ്ത എൻ്റെ ചേച്ചി കരൺ, എൻ്റെ ഈ കഥയിലുള്ള കസിൻ ചേച്ചിയല്ല കേട്ടോ. ഞാൻ ഈ കഥ ഡെഡിക്കേറ്റ് ചെയ്തത് കരൺജിത്ത് കൗർ വോറ എന്നെ ചേച്ചിയുടെ നിങ്ങളറിയുന്ന പേര് സണ്ണി ലിയോണി എന്നാണ്. ഒരു പൂ കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരു പൂന്തോട്ടവും പൂങ്കാലവും ഒക്കെ ഒരുക്കിയ ദേവിയാണ് സണ്ണി ചേച്ചി. അതുകൊണ്ട് ചേച്ചിയുടെ പാതാരവിന്ദങ്ങളിൽ ഈ കഥകൾ സമർപ്പിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കഥകളിലെ ഫണ്ണ്, ത്രില്ല്, ഈ കാത്തിരിപ്പിൻ്റെ രസമൊന്നും ന്യൂജൻ കിഡ്സിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം 90s കിഡ്സിൻ്റെ ടൈമാണ് ദ ബെസ്റ്റ് ടൈം. ഞാൻ ഇത് പറഞ്ഞാൽ അവർക്കേ അത് കിട്ടത്തുള്ളൂ അല്ലേ. 90s കിഡ്സിൻ്റെ ടൈമിൽ ദ ബെസ്റ്റ് ടൈം ഓപ്പാണ്. ഇതാണ് ഞങ്ങളുടെ കുഴപ്പം. എന്ത് കണ്ടാലും ഉടനെ തുടങ്ങും. അതൊക്കെ ഞങ്ങളുടെ കാലം, അതൊക്കെ അന്നാണ്. പുതിയതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല, കൊതിക്കറുവാ. ഉദാഹരണത്തിന് ഞാൻ അന്ന് TV കണ്ടു തുടങ്ങി. ഇന്ന് 36-ാം വയസ്സിൽ ഫോണിൽ പോൺ കണ്ടു നടക്കുമ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള 18 വയസ്സുകാരൻ ചെറുക്കൻ അവൻ ഓൺലൈനിൽ കോണ്ടോ ഓർഡർ ചെയ്ത് മതിൽ ചാടി അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകും. ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും ഈ കൈ കൊണ്ട് പിടിച്ചടക്കി അവനെ വിളിച്ചടുത്ത് നിർത്തി പറയും,
അനിയ ഇതിലൊന്നും കാര്യമില്ല, ഞങ്ങളുടെ ടൈമായിരുന്നു ദ ബെസ്റ്റ് ടൈം.